നമസ്കാരം, കലിക പ്ലസിലേക്ക് സ്വാഗതം. കൊല്ലം കടക്കിലെ ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാകുന്നു. 1.25 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനം ശരിയായ രീതിയിലല്ലെന്നും രൂക്ഷഗന്ധവും പുകയുമാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. കൊല്ലം കടക്കലിലെ ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം. 1.25 കോടി ചിലവഴിച്ച് നിർമ്മിച്ച ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനം ശരിയായ രീതിയിലല്ല. പ്രവർത്തനം നടക്കുമ്പോൾ പ്രദേശത്ത് പുക കൊണ്ട് മൂടുന്നതായും രൂക്ഷഗന്ധം ഉയരുന്നതായും പ്രദേശവാസികൾ പറയുന്നു. പുകക്കുഴലിലൂടെ പുക പോകുന്നില്ല. ഇത് പരിഹരിക്കാൻ പഞ്ചായത്തിന് ആകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ ചെറിയ സാങ്കേതിക പ്രശ്നമാണെന്നും അത് പരിഹരിച്ച് മാത്രമേ ഇനി ക്രിമിറ്റോറിയം പ്രവർത്തിക്കുകയുള്ളൂ എന്നുമാണ് കടക്കൽ ഗ്രാമപഞ്ചായത്ത് പറയുന്നത്. പഞ്ചായത്ത് കടക്കൽ ഗ്രാമപഞ്ചായത്ത് ബന്ധപ്പെട്ട് വിവിധ പ്രദേശങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിൽ ഒരു ആധുനിക രീതിയിൽ ഗ്യാസ് ക്രിമിറ്റോറിയം കടക്കൽ പഞ്ചായത്ത് ഉണ്ടാക്കിയതിൽ അതിന് അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. 1.55 കോടി രൂപയ്ക്ക് പണിത ഒരു സ്ഥാപനം ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ദൈനംദിനം ഈ പരിസരവാസികൾക്ക് ഈ മുടി കത്തുന്നതും ശവം കത്തുന്നതും നാറ്റവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പരാതിയാണ്. ആ പരാതിയുമായി ബന്ധപ്പെട്ടെല്ലാം കടക്കൽ ഗ്രാമപഞ്ചായത്ത് പല പ്രാവശ്യങ്ങളായി വന്ന് ഇതെല്ലാം ക്രമീകരിക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം തൊട്ട് വീണ്ടും അതിനേക്കാളും വലിയ സ്മെല്ല് ഈ കുഴലിൽ കൂടെ പോകാത്ത കാര്യത്തിൽ ഇത്തരത്തിൽ ഈ പരിസരവാസികൾ കിടക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു സ്ഥിതിയിലോട്ടാണ് ഈ ടൗൺ ഭാഗത്തിലെ ഈ ക്രിമിറ്റോറിയം ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതിവിടെ ഇനി അനുവദിക്കുന്ന പ്രശ്നമില്ല. ബോഡി വരുമ്പോൾ തടയുന്ന ഒരു സ്ഥിതിയിലോട്ടാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കരമായ പുകയും നാറ്റവും, എല്ല് കരിയുന്ന നാറ്റവും പുകയും ഇവിടെ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പഞ്ചായത്തറ വിളിക്കാൻ പറഞ്ഞ് ദഹിപ്പിക്കുന്ന ആള്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ദഹിപ്പിക്കാൻ പറ്റൂല, ഇതേ രീതിയിൽ ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം പഞ്ചായത്തറ വിളിച്ചോണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഛർദ്ദിച്ച് വന്നൊരു മൊത്ത പേര് ഛർദ്ദിച്ച് എല്ലാവരും പോയിട്ട് ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞാണ് എല്ലാവരെയും വിളിച്ചപ്പോഴത്തേക്ക് മാതിരി മെമ്പർ വരാന്ന് പറഞ്ഞല്ലാതെ വന്നിട്ടില്ല. അടുത്ത പരിപാടി ഇവിടെ ബോഡി വരാൻ സമ്മതിക്കത്തില്ല, ഞങ്ങൾ സമ്മതിക്കത്തില്ല, ബോഡി തടയും. സ്മെല്ലെന്ന് പറഞ്ഞ ഭയങ്കരമായ നാറ്റ, പുകയും നാറ്റവും എല്ലാം ഉണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അടുത്ത് കിടക്കുന്നത് ഒരു പകൽ പുക ഒരു തരി പോലും ഈ പുകകളിലൂടെ പോകുന്നില്ല. ഈ ഹോൾ വഴി എല്ലാം വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാധനം കാരണം നമ്മൾ ഈ പരിസരത്ത് കിടക്കുന്നവരാണ്. നമുക്ക് ഒരു തരി ആഹാരം കഴിക്കാനോ ഒരു ഉള്ളി വെള്ളം കുടിക്കാനോ പറ്റുന്നില്ല. എത്ര പറഞ്ഞിട്ടും അവരൊന്നും കേൾക്കുന്നുമില്ല. കേട്ട പാളം അടിക്കുന്നു. ശരിയാക്കാന്ന് പറയുന്നതല്ലാതെ ശരിയാക്കുന്നില്ല. അതിനാണ് ഇത്ര ജനങ്ങൾ ഇന്ന് കൂടിയിരിക്കുന്നത്. ഇന്ന് ഭയങ്കര സ്മെല്ലായിരുന്നു. ഒരു തരി പോലും ഒന്നും പോയില്ല. ഈ ഹോളുകൾ വഴിയാണ് ഈ പുക മൊത്തം വെളിയിൽ വരുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതൊന്ന് പരിഹരിച്ചാൽ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. കാരണം നമ്മുടെ നാട്ടിൽ വന്നൊരു സംരംഭം നന്നായി പോകണമെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. അത് ഇത്രയും കാര്യങ്ങൾ പരിഹരിക്കണം എത്രയും വേഗം. ഇത് തുടക്കം പോലെ അവർ ഇത് നാളെ മറ്റന്നാന്ന് പറഞ്ഞ് നീട്ടി കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.